എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂചി ഗോതമ്പ് വെച്ചൊരു ഉപ്പുമാവ്. സൂചി ഗോതമ്പ് വെച്ച് പുട്ട് പുഴുങ്ങാം, ഉപ്പുമാവ് ഉണ്ടാക്കാം. പുട്ട് പുഴുങ്ങുന്ന ഇനി അടുത്തൊരു വീഡിയോ കാണിക്കാം. ഇപ്പം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ച് വെച്ച് പാത്രം വെച്ചു. പാത്രം വെച്ചു. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നേ. വെളിച്ചെണ്ണ ഒഴിച്ചാലേ ഒരു ടേസ്റ്റ് വരും. വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് ഇട്ട് കൊടുത്തു. രണ്ട് മൂന്ന് ജീരകം കൂടെ. പിന്നെ പച്ചമുളക്. പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞ് ഇഞ്ചി ഇട്ടു. 2 പച്ചമുളക് ഇട്ടു. വലുതായിട്ട് എടുത്ത് കളയണം, അല്ലെങ്കിൽ കടിക്കും. അതിട്ടു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന കരിയാപ്പില, ഇത് നാടൻ നല്ല 2 സൈസ് കരിയാപ്പിലുണ്ട്. ഇവിടെ ഒന്ന് വീതിയുള്ളതിൽ, ഒന്ന് വീതി ഇല്ലാത്തത്. അതിട്ടു. അതൊന്ന് പൊട്ടണം. നട്ട്സൊക്കെ ഇട്ട് നല്ലതാണ്. കിസ്മിസ് നട്ട്സ്. അത് കഴിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലൊരു വലിയ ഉള്ളിയാണ്. അതിനകത്തോട്ട് നമുക്കിച്ചിരി ഉപ്പൂടെ, ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകാം. പിന്നെ ഞാൻ സൂചി ഗോതമ്പ് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് പിന്നെ ഒക്കെ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചേക്കുന്നതായിരുന്നു. ഇനി ഊറ്റി അതിനകത്തോട്ട് ഇടും. കുതുക്കണം. കുതിർത്തില്ലെങ്കിൽ ഇനി പുട്ടും ഉണ്ടാക്കി കാണിക്കാൻ ദിവസം ഇതുപോലെ. ഇതുകൊണ്ട് നല്ലതാണ് പുട്ടും. ഇതിനകത്തിലപ്പോൾ ഇഞ്ചി, പച്ചമുളകും, കടുകും, 2 ജീരകവും എല്ലാം കൊണ്ട് പൊട്ടിച്ച് സവാള ഇട്ട് വഴറ്റി ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ട് ഇപ്പോൾ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. ഇല്ലെങ്കിൽ അവരാരും കഴിക്കത്തില്ല. പോവാണ് കുഞ്ഞിനൊന്നും വേണ്ട. അവനൊന്നും ഇഡലിയോ ദോശയോ അപ്പോ പൂരിയോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടും തന്നെയേ ഉള്ളൂ, ഞാനും എൻ്റെ തന്നെയേ ഉള്ളൂ. അപ്പോൾ അന്നേരം ഇത് മതിയല്ലോ. അപ്പോൾ ഗ്യാസിന് ക്ഷാമം എന്ത് ചെയ്യുമെന്ന് പറയും. ഒരു കുറ്റി തീർന്നാൽ പിന്നെ തീർന്നു. പിന്നെ തേങ്ങ ഫ്രീസറിനകത്ത് വെച്ചിരുന്നു. തേങ്ങ അതും ഒരു ശകലമുണ്ട് ടേസ്റ്റിന് വേണ്ടി. അപ്പം അത് മതി. വഴന്നു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗോതമ്പ് വേവണമല്ലോ.
നല്ലപോലെ വേവണമല്ലോ. തിളക്കട്ടെ, നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അങ്ങോട്ട് എടുക്കാം. ഫ്രീസറിൽ വെച്ച് തേങ്ങ ആയതുകൊണ്ട് ഇത് അലിഞ്ഞ് വരാൻ കുറച്ച് താമസം എടുക്കും. ഒന്ന് തിളക്കട്ടെ. ഇനി പഴമൊന്നും വേണ്ട, ചുമ്മാ നമുക്ക് 2 പപ്പടവും കാച്ചി കഴിക്കാൻ നല്ലത്. പപ്പടത്തിൻ്റെ കൂടെ പഴമൊന്നും വേണ്ട, ചുമ്മാ തന്നെ. അപ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ബാലൻസ് ചെയ്ത് വേണം ഇടാൻ. ഇതിനകത്ത് ഉപ്പ് കൂടുതലാണ്, പപ്പടം കൂടി ഇടുമ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും. അതിപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇത് തിളച്ച് വന്നിട്ടുണ്ട്, ഞാനിതങ്ങോട്ട് ഇടുക. സൂചി ഗോതമ്പ് ചെറിയ തീയിൽ വെച്ച് അടച്ച് വേവണം. ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഇതാവട്ടെ. കൂടെ നമ്മളൊന്ന് ഇളക്കി വെക്കാം. ഇളക്കി വെച്ച് വെള്ളം എല്ലാം പറ്റി അതുപോലെ വെന്ത് കഴിയുമ്പോൾ പപ്പടം കാച്ചാൻ ഞാനിപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ചക്ക വറുത്ത എണ്ണയാണ്, കളയാൻ പറ്റുമോ? ചക്ക ഉപ്പേരി വറുത്തായിരുന്നു. അപ്പം ആ എണ്ണ ബാലൻസ് വന്നത് ഒഴിച്ച് വെച്ച് ഇതൊക്കെ എടുത്ത് ഞാൻ കളയും. ഈ ഒരു ട്രിപ്പ് പപ്പടം കാച്ചുമ്പോൾ ഇതങ്ങ് കളയും. അപ്പം ഇതുപോലെ പപ്പടം കാച്ചാൻ പൂരി ഉണ്ടാക്കാൻ എടുക്കട്ടെ. അതാ ഒരു കളർ വ്യത്യാസം വന്നു, മഞ്ഞ കളർ വന്നു. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് സൂചി ഗോതമ്പൊക്കെ വാങ്ങിച്ച് നല്ലതായി ഓരോ ദിവസം ഓരോന്ന് വെറൈറ്റി ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മൾ ഇഡലിയും ദോശയും അപ്പവും ഒക്കെ തിന്നുമ്പോൾ മടുക്കും. അന്നേരം ഇതുപോലെ അപ്പം ഉണ്ടാക്കാം, റവ കൊണ്ട് അപ്പം ഉണ്ടാക്കാൻ നല്ലതാണ്. തേങ്ങായൊക്കെ ഇട്ട് അരച്ച് ഇച്ചിരി ചോറും ഇച്ചിരി ഈസ്റ്റും അങ്ങനെയുണ്ട്. അങ്ങനെ ഓരോ ദിവസം ഓരോന്നുണ്ടാക്കണം. അതാകുമ്പോൾ മടുക്കും. എന്നും ഒരെണ്ണം തന്നെ തിന്നും. നമുക്ക് ഇഡലിയും ദോശ ഇവിടെ അത് തന്നെ കൊച്ചിനത് മതി. പപ്പടം വലിയ ഗുണമുള്ള പപ്പടമാണെന്ന് തോന്നുന്നു.
നല്ല പപ്പടമായിരുന്നു കിട്ടുന്നത്. രണ്ടും കൂടെ കാച്ചി ഇട്ടേക്കാം, ചിക്കത്തേക്ക് ആവുമല്ലോ. ഈ ചീനിച്ചട്ടി 38 വർഷം പഴക്കമുള്ള ഇൻറ്റാരിയത്തിൻ്റെ ചീനിച്ചട്ടി. എനിക്ക് കളയാൻ മനസ്സല്ല. ഊരി ഉണ്ടാക്കാനും പപ്പടം കാച്ചാനും ഒക്കെ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാത്രമാണ്. ഞാൻ കളയത്തില്ല. പപ്പടം കാച്ചി അപ്പോൾ അത് നമുക്ക് ഡപ്പയ്ക്കകത്തോട്ടിട്ട് വെക്കാം. ഒന്ന് ആറട്ടെ, ആറിയിട്ട് അടച്ച് വെക്കാം. ഒന്ന് പറ്റിയാൽ മതി, വെന്തു. കുറുമായതുകൊണ്ട് എളുപ്പം. തേങ്ങ ഇടണം, തേങ്ങ ഇട്ടെങ്കിലേ രുചി വരും. ശകലം തേങ്ങ ഇടൊക്കെ ഇട്ട് പോരട്ടെ. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് രാവിലെ നമുക്കൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും 6 മണിക്കോ 7 മണിക്ക് എണ്ണിക്ക് വന്നാൽ അന്നേരം നല്ലപോലെ കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് കുതുക്കാൻ വെച്ചാൽ മതി. കുതിർന്ന് കഴിയുമ്പോൾ പിന്നെ എളുപ്പം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കാത്തതാണ്, എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്തുവാ രാവിലെ നമ്മൾ ചോദിക്കും. ഉച്ചയ്ക്ക് എങ്ങനെയില്ല രാവിലത്തെ എന്തുവാ, കാപ്പിക്ക് എന്തുവാ. ഇനി ഉച്ചക്കത്തെ പണി കിടക്കുന്നു. മീൻ വെട്ടാൻ വെള്ളത്തിൽ എടുത്തിട്ടേക്കുന്നു. ഇനി അടുത്ത പണിയുണ്ട്, കറി വെക്കണം. എന്തെങ്കിലും ഒരു പുരട്ടിയോ വെക്കണം. ഇതേപോലെ വെള്ളം പറ്റും. അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കി രാവിലെ ഉപ്പുമാവും പപ്പടമാണ്. ഇപ്പം സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഓരോ ചെറിയ ഓരോ വീഡിയോയും കൊണ്ട് ഞാൻ ഇനി അടുത്ത ദിവസം വരുന്നതായിരിക്കും. Okay, bye.